ശംഖു. അല്ല, എൻ്റെ കൂട്ടത്തിൽ ഞാൻ സംസാരിച്ചാണ്. ഞാൻ 1 മിനിറ്റ് എനിക്ക് ആവശ്യമുള്ളൂ. അതിനിടയിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ അതിന് ഉത്തരം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് പോയതുകൊണ്ടാണ്. ഇത് മറ്റാരും അല്ലല്ലോ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെയല്ലേ നികുതി അടയ്ക്കാനുള്ള തീരുമാനത്തെ റദ്ദ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് അത് ചെയ്തത്. പക്ഷേ കേരള ഹൈക്കോടതിക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ല നിലവിലെ വഖഫ് നിയമപ്രകാരം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഇവരെ കരമടയ്ക്കാൻ അനുവദിച്ചത്. സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കരമടയ്ക്കാൻ അനുവദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ്. അതിന് മേലെ അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി എന്ത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കരമടയ്ക്കാൻ നിങ്ങൾ അനുവദിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നില്ല. സർക്കാർ വാക്കാലുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകളോട് നിങ്ങൾ തൽക്കാലം കരമടച്ചോളൂ എന്ന് പറയുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബഷീർ നിയമസഭയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട വഖഫ് വകുപ്പ് മന്ത്രി, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ പറയുന്നുണ്ട്, അവർക്ക് കരമടയ്ക്കാൻ ഞങ്ങൾ വാക്കാൽ നിർദ്ദേശം നൽകിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വാക്കാൽ ഞങ്ങൾ നിർദ്ദേശം നൽകിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിരുന്നില്ല. അപ്പോ എന്താ പറയാ, നിസാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവാണ് അവസാനം സ്റ്റാൻഡ് ചെയ്യുന്ന റിപ്പോർട്ട്. അതിന് മേലെ വേറെ റിപ്പോർട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുക ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് എന്താ പറയാൻ പറ്റുക? നിലവിലുള്ള സർക്കാർ ഉത്തരവ് നടപ്പാക്കണം, ഉത്തരവില്ലാണ്ട് നിങ്ങൾ അതിനെ വയലേറ്റ് ചെയ്യരുതെന്നല്ലേ? അതൊരു വലിയ കാര്യമായിട്ട് പറയുന്ന ആളുകളെ വഞ്ചിക്കുന്ന പോലെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് എന്താ, ഞങ്ങളാരും എടുത്ത് പിടിച്ച് കൊണ്ടുവന്നൊന്നുമല്ല. ഇത് വഖഫ് ബോർഡോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ഒന്നുമല്ല ഈ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇത് ഏതോ സ്വകാര്യ വ്യക്തിയാണ് ഹൈക്കോടതിയിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ, ഇവിടെ വഖഫ് ബോർഡ് ഈ സീരിയൽ എൻ്റർ ചെയ്യുന്ന എപ്പോഴാണ്? 1975 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ഫാറൂഖ് കോളേജിന് അർഹതപ്പെട്ട ഭൂമിയാണെന്ന് പറയുന്നു. ഇത് ഫാറൂഖ് കോളേജ് വഖഫ് ബോർഡും തമ്മിലുള്ള തർക്കമാണ്. അതായത് ഫാറൂഖ് കോളേജ് അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഡീഡായിട്ട് കിട്ടിയിട്ടുള്ള ഭൂമിയാണ്, ഞങ്ങളുടെ മാത്രം ഭൂമിയാണ്. വഖഫ് ബോർഡ് പറയുന്നത് ഫാറൂഖ് കോളേജിന് കിട്ടിയെങ്കിൽ പോലും അത് വഖഫാണ്, അതുകൊണ്ട് ഫാറൂഖ് കോളേജിനും അത് ട്രാൻസ്ഫർ ചെയ്യാൻ അധികാരമില്ല എന്നാ. പക്ഷെ 1983-നും 1993-നും ഇടയ്ക്കുള്ള 10 കൊല്ലം കൊണ്ട് ഇതിൽ 188 ഏക്കർ ഭൂമി ഫാറൂഖ് കോളേജ് വിറ്റിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 33 ലക്ഷം രൂപയോളം ഫാറൂഖ് കോളേജിന് കിട്ടിയതായിട്ട് രേഖകളുണ്ട്. ഈ സമയത്താണ് മുൻ വഖഫ് ബോർഡ് മെമ്പർ, അദ്ദേഹത്തിന്റെ പേര് നാസർ മനയിൽ എന്നാണ്, ഫോർമർ വഖഫ് ബോർഡ് മെമ്പർ ആൻഡ് സെക്രട്ടറി ഓഫ് കൊച്ചി ബേസ്ഡ് കേരള വഖഫ് സംരക്ഷണ വേദി. കേരള വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് വഖഫ് ബോർഡ് ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾ ആരംഭിക്കുന്നതും. സ്വാഭാവികമായും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വഖഫ് നിയമപ്രകാരം ഒരു ഭൂമി വഖഫാണെന്നൊരു കണ്ടൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സിവിൽ കോടതികൾക്ക് പോലും അതിൽ ഇടപെടാൻ കഴിയാണ്ട് വരും. അതിലെ സെക്ഷൻ 85 ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോഡ്സ്. പിന്നീട് ആ കാര്യത്തിൽ വഖഫ് ബോർഡിന് മാത്രം തീരുമാനം എടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. വഖഫ് ബോർഡ് തീരുമാനിച്ചു ഇത് വഖഫ് ഭൂമിയാണെന്ന്. സർക്കാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തപ്പോൾ കമ്മീഷന്റെ കണ്ടെത്തലിൽ എന്താണ്, വഖഫ് ഭൂമിയാണ്, ഇത് അന്യാധീനപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ആ ഉത്തരവ് ഇപ്പോഴും സ്റ്റാൻഡ് ചെയ്യാണ്. ആ ഉത്തരവ് നിങ്ങൾ പിൻവലിക്കാതെ നിങ്ങൾ തൽക്കാലം കരമടച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി എന്താ പറയുക? കരമടയ്ക്കാൻ പറ്റില്ല, കാരണം സർക്കാർ ഉത്തരവ് അതിനനുസൃതമായിട്ടുള്ളത് ഇറക്കിയിട്ടില്ല എന്ന് പറയും. അത് ഈ ഭൂമിയുടെ നേച്ചർ പരിശോധിച്ചിട്ട് ഇത് വഖഫാണെന്ന് അസർട്ടൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള വിധിയല്ല, ഈ പറയുന്ന ലീഗൽ ടെക്നിക്കാലിറ്റിയോട് സമ്പാദിക്കാനായിട്ടുള്ളൊരു വിധിയാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ.